Which one? This one? Beads. Yeah, Koda beads. Oh, okay. Handmade. Handmade beads. Okay. This is shell, eh? Yeah. Yeah. This one shell. Oh, that's it. Tiger eyes. What? Tiger eyes. Tiger eyes. Yeah. Koda one. And this one? This one, I suppose that's a gemstone. Gemstone. Yeah. നമ്മൾ ഈ കണ്ടതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ആഫ്രിക്കൻ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്നത് സുളു നെക്ലേസ് ആണ്. അപ്പോൾ എനിക്ക് ആ ആൻറ്റി വീഡിയോ എടുക്കാൻ വേണ്ടി ഇതൊക്കെ ഇട്ട് തന്നതാണ്. എൻ്റെ കയ്യിൽ ഈ കിടക്കുന്നത് വുഡൻ ടൈപ്പ് ബാങ്കിളാണ്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ കാണിച്ച എല്ലാ സാധനങ്ങളും ഹാൻഡ് മെയ്ഡ് ആണ്. കുഞ്ഞു കുഞ്ഞു ബീഡ്സ്, ഗ്ലാസ് ബീഡ്സ്, വുഡൻ ടൈപ്പ്, അങ്ങനെ ഓരോരോ സംഭവം കൊണ്ട് ഈ മാലയൊക്കെ ഉണ്ടാക്കി. ഇതെല്ലാം വുഡൻ ടൈപ്പ് ബീഡ്സും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാലകളാണ്. ഈ വുഡൻ ടൈപ്പിന് ഒരു ഏകദേശം 150 റാൻഡ് ആണെന്നാണ്. ഇതാണ് ട്രഡീഷണൽ ആഫ്രിക്കൻ ഡ്രസ്സസ്. ഇതൊരു സാധാ നമ്മുടെ തുണിയിൽ നിന്നൊരു വ്യത്യാസം വരും ഇതെല്ലാം കാണാനൊക്കെ കൊണ്ട്. ആ കളറിലാണെങ്കിലും എല്ലാത്തിലും ഒരു വെറൈറ്റി ഉണ്ട്. ഇത് അവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാലറ്റാണ്. നല്ല ഭംഗിയാട്ടോ ഇതെല്ലാം കാണാൻ. കുറേ സൗത്ത് ആഫ്രിക്കയുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കണ്ടോ, പല രീതിയിലുള്ളത്. എന്ത് രസമല്ല ഇതെല്ലാം കാണാനൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ കിച്ചണിലൊക്കെ വെക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ബൗൾസും ഉണ്ടായിരുന്നു. അതും നല്ല പല കളർഫുള്ളായിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞു ഗ്ലാസ് കണ്ടില്ലേ, എന്ത് ക്യൂട്ടല്ലേ കാണാനൊക്കെ കൊണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ളത്. നമ്മുടെ കേപ്പ് ടൗൺ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പം എപ്പോഴും ഇവിടെ വിസിറ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഷോപ്പ് എല്ലാം ഉള്ളത് കേപ്പ് ടൗൺ സിറ്റിയിലുമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ എന്നറിയില്ല, ഇതെല്ലാം അത്യാവശ്യം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് മാത്രമല്ല ഹാൻഡ് മെയ്ഡ് ആണ്. പിന്നെ വുഡൻ ആണ്. ഇത് കണ്ടില്ലേ ഈ ഒരു സ്പൂണൊക്കെ, എന്ത് നല്ല